അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റമളാൻ 3 ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹയുടെ വഫാത്ത് ദിനം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കരളിന്റെ കഷ്ണമായ ഫാത്തിമ റളിയല്ലാഹു അൻഹ സ്ത്രീകൾക്ക് മാതൃകാപരമായ ജീവിതം വഴി കാണിച്ച മഹദിയാണ്. നാളെ സ്വർഗലോകത്ത് സ്ത്രീകളുടെ നേതാവാണ് മഹദി ഫാത്തിമ റളിയല്ലാഹു അൻഹ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയും തമ്മിലുള്ള ബന്ധം, അവരുടെ സ്നേഹബന്ധം, അത് എത്ര വർണ്ണിച്ചാലും പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. ചരിത്രങ്ങൾ ഒരുപാട് നമുക്കറിയാം. ഒരു ദിവസം പോലും ആ ഉപ്പയും മോളും പിണങ്ങി നിന്നിട്ടില്ല. ഒരു ദിവസം പോലും നേരിൽ കാണാതിരുന്നിട്ടില്ല. എപ്പോ കാണുമ്പോഴും കൂടെ പിടിച്ച് നെറ്റിത്തടത്തിൽ ചുംബനം വെച്ച് സ്നേഹം പരസ്പരം കൈമാറുന്ന ഒരു പ്രത്യേക സ്വഭാവ രീതിയായിരുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകൾ എന്ന ആ ഒരു സ്ഥാനം അവരുടെ ജീവിതത്തിൽ ജീവിച്ചു കാണിക്കുകയാണ്. അത്തരത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയോട് സ്വന്തം മകളാണ്, കരളിന്റെ കഷ്ണമാണ്. എന്നിട്ടും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വഫാത്തിന്റെ സമയത്ത് മകളോട് പറഞ്ഞത്, മോളെ, അള്ളാഹുവിന്റെ കോടതിയിൽ മുത്തറസൂലിന്റെ മകളാണ് എന്നുള്ള യാതൊരുവിധ കൺസ്ട്രക്ഷനും ഇല്ല കേട്ടോ, യാതൊരുവിധ ഇളവുമില്ല. അവിടെ അള്ളാഹുവിന്റെ കോടതിയിൽ അള്ളാഹുവിന്റെ വിധിവിലക്കുകൾക്ക് നാം മറുപടി പറയണമെങ്കിൽ നമുക്ക് വേണ്ടത് നാം തന്നെ ദുനിയാവിൽ ചെയ്യണമെന്ന്. അത്രത്തോളം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്നേഹിച്ച ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹ. ആരാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ? ജീവിത ചരിത്രം ഒരുപാടുണ്ട്. മഹാനായ അലിയാർ തങ്ങൾ റളിയല്ലാഹു അൻഹു മഹദിയെ വിവാഹം ചെയ്യുന്ന സമയം നമുക്കറിയാം. ഒരു വിവാഹവേള എന്ന് പറയുമ്പോൾ ഏതൊരാൾക്കും അത്രമേൽ സന്തോഷമുള്ള ഒരു സന്ദർഭമാണ്, ആഘോഷത്തിന്റെ സമയമാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയെ കൈനീട്ടി സ്വീകരിച്ചുകൊണ്ട് അലിയാർ തങ്ങളുടെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. അലിയാർ തങ്ങൾക്കൊന്നുമില്ല, പറയത്തക്ക സമ്പത്തില്ല, സൗകര്യങ്ങളില്ല, ഒന്നുമില്ല. ഒരുപാട് പ്രമാണിമാരുടെ ആലോചനകൾ മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹക്ക് വന്നപ്പോ അതൊന്നും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വീകരിച്ചില്ല. ഒന്നുമല്ല, തങ്ങൾ ഏറെ ഇഷ്ടപ്പെടുന്ന അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ ഔ കമാ ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പരിചയപ്പെടുത്തുന്നത് തന്നെ, ഞാനൊരു ഇൽമിന്റെ പട്ടണമാണ്, അതിലേക്ക് കടക്കാനുള്ള വാതിലാണ് അലി എന്ന് വിശേഷിപ്പിച്ച അലിയാർ തങ്ങൾക്ക് മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയെ കൈപിടിച്ചു കൊടുക്കാൻ അലിയാർ തങ്ങൾ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആശീർവാദം ഏറ്റുവാങ്ങി ആ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയെയും കൊണ്ട് വീട്ടിലേക്ക് പോയി. തന്റെ വീട് വലിയ സൗകര്യങ്ങളൊന്നുമില്ല എന്നൊക്കെ വളരെ വിശദമായി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയെ ആ ചെറിയ ഓലമേഞ്ഞ വീട്ടിലേക്ക് കയറ്റിയിരുത്തി. ചെറിയ ഇരുണ്ട വെളിച്ചമാണ്, ചെറിയ റാന്തൽ വെളിച്ചമാണ്. ആ വെളിച്ചം അങ്ങനെ അവര് തമ്മിൽ ഒരുപാട് സംസാരിച്ചു. സംസാരത്തിനൊടുവിൽ ആ വിളക്കൊരൽപ്പം അണക്കാൻ വേണ്ടി മഹാനായ അലിയാർ തങ്ങൾ ഒരുങ്ങി. ആ വിളക്കിന്റെ വെളിച്ചം ഒരൽപ്പം ഒന്ന് കുറച്ചു. അങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ മഹദിയായ ഫാത്തിമ ഉമ്മ റളിയല്ലാഹു അൻഹയുടെ കരച്ചിലാണ് കേൾക്കുന്നത്. ഫാത്തിമ ഉമ്മ കരയാണ്, തേങ്ങിക്കരയാണ്. കരച്ചിൽ ഒന്നുകൂടി ശക്തമായപ്പോ അലിയാർ തങ്ങൾക്ക് വല്ലാത്ത പേടിയായി, വല്ലാത്ത വിഷമം ഉണ്ടായി. കാരണം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, എന്റെ കരളിന്റെ കഷ്ണമാണ് ഫാത്തിമ. ആ ഫാത്തിമയെ ആരെങ്കിലും വേദനിപ്പിച്ചാൽ അത് എന്നെ വേദനിപ്പിച്ചതിന് തുല്യമാണ്. അലിയാർ തങ്ങൾ വിഷമിച്ചു. കാരണം ഫാത്തിമ വേദനിച്ച് കരയുന്നത് അത് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണല്ലോ. ചോദിച്ചു, ഫാത്തിമ, എന്തു പറ്റി മോളെ, എന്തു പറ്റി, എന്തിനാ കരയുന്നത്? ഒന്നുമില്ലാത്ത ഫക്കീറായ അലിയാർ ഫാത്തിമയെ വിവാഹം കഴിച്ചത് ഫാത്തിമക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലയോ? കാരണം ഒരുപാട് പ്രമാണിമാരുടെ ആലോചനകൾ വന്നതല്ലേ. അത് അവിടെ നിന്നൊക്കെയും അവരെയൊക്കെ മാറ്റി എന്നെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തെരഞ്ഞെടുത്തത്
ഫാത്തിമ മോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലേ? അതുകൊണ്ടാണോ കരയുന്നത്? ഹദിയായ ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹ തേങ്ങിക്കരഞ്ഞുകൊണ്ട് പറയാണ്, ഇല്ല ഇല്ല, എൻ്റെ ഉപ്പ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എനിക്ക് തിരഞ്ഞെടുക്കുന്നത് അതെനിക്ക് ഏറ്റവും ഉത്തമമായതാണ്. ഞാൻ കരഞ്ഞത് അതൊന്നുമല്ല, ഈ വിശാലമായ ഈ ഒരു റൂമിൽ, ആ റൂമിന്റെ വിശാലത നമുക്ക് മനസ്സിലാക്കാനാവുള്ളൂ. ആ വിശാലമായ ആ റൂമിന്റെ വിശാലതയുള്ള ആ ഒരു സ്ഥലം, അവിടെ നിന്ന് ആ വിളക്കൊന്ന് ചെറുങ്ങനെ കുറച്ചപ്പോ, ആ വിളക്കിന്റെ വെളിച്ചമൊന്ന് കുറച്ചപ്പോ അവിടെ ഉണ്ടായിരുന്ന ഇരുട്ട് അതെന്നെ വല്ലാതെ ചിന്തിപ്പിച്ചു. ഞാൻ ഖബർ ആലോചിച്ചു പോയി. ഈ വിശാലമായ റൂമിൽ ഇത്രയേറെ ഇരുട്ട് അനുഭവപ്പെടുന്നുണ്ട് എങ്കിൽ നാളെ കിടക്കേണ്ട ഖബർ, ആറടി മണ്ണാകുന്ന ഖബർ, ആ ഖബറിൽ മൂടുകല്ല് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ഇരുട്ട് എങ്ങനെയായിരിക്കും എന്നോർത്തുകൊണ്ട് കരഞ്ഞുപോയതാണ്. പ്രിയപ്പെട്ട ഉമ്മമാരെ, രക്ഷിതാക്കളെ, നമുക്ക് വലിയ പാഠമാണിത്, നമുക്ക് വലിയ ബോധവൽക്കരണമാണ്. കാരണം നമ്മുടെ അവസ്ഥ എന്താ? അള്ളാഹുവിനെ മറന്നുകൊണ്ട് പരിശുദ്ധ റമളാനിന്റെ മഹത്വം പോലും കളങ്കം വരുത്തുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ഇവിടെയാണ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കാണിച്ചു തരുന്നത്, പഠിപ്പിച്ചു തരുന്നത്. ഇന്ന് നമ്മുടെ മക്കളുടെ ഒരു കല്യാണം വരുമ്പോൾ ആ കല്യാണത്തിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്തുകൾ എന്തൊക്കെയാണ്? സേവ് ദ ഡേറ്റിന്റെ പേരിൽ നിക്കാഹ് പോലും കഴിയാതെ തീർത്തും ഇസ്ലാം ഹറാം 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 എന്ന് ഉറപ്പിച്ചു പറയുന്നത് ലാഘവത്തോടെ, യാതൊരുവിധ ഗൗരവത്തിലെടുക്കാതെ സേവ് ദ ഡേറ്റ് എന്ന് പറഞ്ഞ് ഒന്നിച്ചു നിന്ന് ഫോട്ടോ എടുക്കുന്ന, വീഡിയോ പകർത്തുന്ന ഒരവസ്ഥ നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരികയാണ്. നഊദു ബില്ലാഹ്, അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. ഇവിടെയാണ് മഹദിയായ ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹയുടെ ചരിത്രം നാം മനസ്സിലാക്കേണ്ടത്. ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹ ആ മധുവിധു ആഘോഷിക്കേണ്ട രാവിൽ ഭർത്താവാകുന്ന അലിയാര് തങ്ങളോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് വസിയത്ത് പറയാൻ, അലിയാര് തങ്ങളെ, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മധുവിധു ആഘോഷിക്കേണ്ട, ജീവിതത്തിനെ കുറിച്ചിട്ടുള്ള പ്ലാനിങ് നടത്തേണ്ട ആ ഒരു സമയം മഹദിയായ ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹ പറയാണ്, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്റെ മയ്യത്ത് കഫൻ ചെയ്യുമ്പോ, എന്റെ കഫൻ ചെയ്ത മയ്യത്ത് മറ്റുള്ളവര് കാണുമ്പോ എന്റെ ശരീരത്തിന്റെ ഘടന മറ്റുള്ളവർക്ക് മനസ്സിലാകുമോ എന്ന് ഞാൻ പേടിക്കുന്നു. അതുകൊണ്ട് രാത്രി സമയത്ത് തന്നെ മറവ് ചെയ്യണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, പകലോ രാത്രിയോ എന്നില്ലാതെ നമ്മുടെ ശരീരത്തിന്റെ, നമ്മുടെ മക്കളുടെ ശരീരത്തിന്റെ പല ഭാഗങ്ങളും മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുന്ന രീതിയിലുള്ള വസ്ത്രവിധാനം, വേഷവിധാനം, അല്ലാ നമ്മൾ ചിന്തിക്കണം, ഗൗരവത്തോടെ മനസ്സിലാക്കണം. ഇവിടെയാണ് മഹദിയായ ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹയുടെ ജീവിതം നമുക്ക് മാതൃകയാവേണ്ടത്. അവരുടെ ജീവിതം നാം മാതൃകയായി കൊണ്ടു നടക്കുകയാണെങ്കിൽ നമുക്കും രക്ഷപ്പെടാം. തീർത്തും അള്ളാഹുവിന്റെ അരികിൽ രക്ഷപ്പെടാനുള്ള മാർഗമാണ് പരിശുദ്ധ റമളാൻ. ഈ റമളാൻ പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇന്നത്തെ ദിവസം മഹദിയായ ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹയുടെ വഫാത്തിന്റെ ദിവസമാണ്. ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പൊന്നുമോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു കൊടുത്ത, പറഞ്ഞു കൊടുത്ത രീതിയിൽ നിന്ന് ഒരൽപ്പം പോലും വ്യതിചലിക്കാതെ ജീവിച്ച് കാണിച്ചു തന്ന മഹദിയാണ്. മഹാനായ അലിയാർ തങ്ങൾ ഒരു റമളാനിന്റെ 3-ന്റെ അന്ന് പള്ളിയിൽ നിന്ന് വീട്ടിലേക്ക് പോകുമ്പോ മഹദിയായ ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹ വളരെ തകൃതിയായി തിരക്ക് പിടിച്ചിട്ട് പണിയെടുക്കാൻ. ഒരു ഭാഗത്തുനിന്ന് കുബൂസ് ചുടുന്നു, മറുഭാഗത്ത് മക്കളെ കുളിപ്പിക്കാൻ. കുഞ്ഞുമക്കളുള്ള ഏകദേശം ഉമ്മമാരുടെ അവസ്ഥ അതാ. ഒരേ സമയം മക്കളെ നോക്കണം, ഭക്ഷണം ഉണ്ടാക്കണം, ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം. തകൃതിയായി പണിയിലായപ്പോ അലിയാര് തങ്ങൾ പോയത് കണ്ടിട്ടും അലിയാര് തങ്ങളെ അന്ന് വേണ്ടതുപോലെ കണ്ടതുപോലെ നടിച്ചില്ല. ഫാത്തിമ ബി റളിയല്ലാഹു അൻഹയെ വിളിച്ചു അലിയാര് തങ്ങൾ, ഫാത്തിമ ഞാൻ വന്നത് കണ്ടിട്ടില്ലേ? ഫാത്തിമ ബി റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഞാൻ കണ്ടു അലിയാര് തങ്ങളെ, ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ഒരൽപ്പം തിരക്കിലാണ്. ഞാൻ ഇന്നൊരു വലിയ യാത്ര പോവാൻ ഒരുങ്ങാണ്, അതും തനിച്ചാണ്. തൽക്കാലം നിങ്ങളെയും മക്കളെയും കൂട്ടുന്നില്ല. അലിയാര് തങ്ങൾക്ക് വല്ലാത്ത വിഷമായി, വല്ലാത്ത പ്രയാസമായി. കാരണം എവിടെ ഒറ്റക്ക് പോയില്ല, എപ്പോഴും ഒന്നിച്ചാണ്. ഉടനെ ചോദിച്ചു, അത് എവിടേക്കാ? മഹദിയായ ഫാത്തിമ ഉമർ റളിയല്ലാഹു അൻഹ വളരെ വിഷമത്തോടെ, എന്നാൽ
സന്തോഷത്തോടുകൂടിയും ഭർത്താവിനോട് പറയാം, എൻ്റെ ഉപ്പ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് ഇന്ന് നോമ്പ് തുറക്കാൻ എന്നെ ക്ഷണിച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് അവിടത്തേക്ക് പോവാൻ, തൽക്കാലം നിങ്ങളെ കൊണ്ടുപോവാൻ നിർവാഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മഹദിയായ ഫാത്തിമ ഉമ്മർ റളിയല്ലാഹു അൻഹ അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകുകയാണ്. അള്ളാഹുവെ, ആ മഹദിയുടെ മദദ് ഫൈള് കൊണ്ട് ഞങ്ങളെ നീ കബൂലാക്കണേ അല്ലാ. പരിശുദ്ധ റമളാനിന്റെ മുഴുവൻ ബറക്കത്തും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. റമളാൻ കൊണ്ട് രക്ഷപ്പെടുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹുവെ നീ ഞങ്ങളെ പെടുത്തണേ അല്ലാ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.